അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, ഇവിടെ കഴിഞ്ഞ 5ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഉത്തർപ്രദേശിലെ കാര്യമാണെങ്കിൽ ഏറെ പ്രതീക്ഷയ്ക്ക് വകയുള്ള മണ്ഡലങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന, ഒപ്പം തന്നെ സ്മൃതി ഇറാനിക്കെതിരെ കെ.എൽ. ശർമ്മ മത്സരിക്കുന്ന മണ്ഡലം, ഇവിടെയൊക്കെ വലിയൊരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലത്തിലാണെങ്കിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുമുണ്ട്. അവിടുത്തെ യോഗങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തം വരുന്നു. ഇതൊക്കെ വലിയൊരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിന് നൽകുന്നുമുണ്ട്. ബി ജെ പിയെ ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? 5ാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJP മികച്ച ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾക്കൊരു സർക്കാർ രൂപീകരിക്കേണ്ട ഭൂരിപക്ഷം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റായ്ബറേലിയിൽ ആൾ കൂടുന്നത് കണ്ട് കോൺഗ്രസ് വനിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചപ്പോൾ ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. റായ്ബറേലിയും അമേഠിയെ സംബന്ധിച്ച് കോൺഗ്രസ് ദീർഘകാലം അവർ വിജയിച്ച മണ്ഡലങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയപരമായും സംഘടനാപരമായും സ്വാധീനം നിലനിൽക്കുന്ന ഉത്തർപ്രദേശിലെ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ രണ്ടാണ് റായ്ബറേലി, അമേഠി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു. അതൊരു ചെറിയൊരു പരാജയമല്ല. കോൺഗ്രസ് കുടുംബം വർഷങ്ങളോളം കയ്യിൽ വെച്ച് അവരുടെ കുത്തക സീറ്റ്, അതായത് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസ് പ്രതിനിധി ഒരിക്കൽ പോലും ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ലെങ്കിൽ പോലും അവർക്ക് വലിയ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിക്കും. പക്ഷേ സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയായത് മുതൽ ആ പാർലമെന്റിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും രാഹുൽ ഗാന്ധിയെ, സിറ്റിംഗ് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തുകയും ചെയ്തു. അവിടെ BJPക്ക് വലിയ വിജയമാണ് 2019 ജനം സമ്മാനിച്ചത്. റായ്ബറയിലേക്ക് വരാം. 1977 ഇന്ദിരാഗാന്ധിയെ രാജ്നാരായണൻ പരാജയപ്പെടുത്തി. സമാനമായി 96ലും 99ലും BJP സ്ഥാനാർത്ഥികൾ റായ്ബറയിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നീട് സോണിയാഗാന്ധി 20 വർഷക്കാലം അവിടെ നിന്ന് വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ റായ്ബറേലിയിൽ വിജയിക്കാം എന്നുള്ള ഞങ്ങളുടെ ശുഭസൂചനകളാണ് ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ. കാരണം വിജയിച്ച കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ആകട്ടെ, സോണിയാഗാന്ധി ആകട്ടെ, എത്ര പ്രാവശ്യം അവരെ വിജയിപ്പിച്ച മണ്ഡലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അവർ എന്ത് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലെ വയനാട് നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ വരുന്നതിൻ്റെ അത്ര എണ്ണം പോലും രാഹുൽ ഗാന്ധി വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി വന്നാൽ ഒരു റോഡ് ഷോയൊക്കെ നടത്തി അന്ന് പോകുന്നതല്ലാതെ അവരുടെ ജനകീയമായ പ്രശ്നങ്ങളിൽ MP എന്ന നിലയിൽ എന്ത് കാര്യങ്ങൾക്കാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുള്ളത്? കാരണം തന്നെ വിജയിപ്പിച്ച കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളിൽ എല്ലായിടത്തും ജനങ്ങളെ നിരാശരാക്കുന്ന നിലപാടുകളും പ്രവർത്തനവുമാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, രാഹുൽ ഗാന്ധിയിലൂടെ ഞങ്ങൾ റായ്ബറേലിയിൽ താമര വിരിയിക്കും. 5ാം ഫേസ് പൂർത്തിയാകുമ്പോൾ നിലവിൽ 49ൽ 41 NDAയ്ക്കൊപ്പമാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കും. 49ൽ 49 ഞങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ജനങ്ങളോടൊപ്പമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാർ. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിൽ അംഗമല്ലാത്ത ഒരു കുടുംബവും ഇന്ന് ഈ രാജ്യത്തില്ല. ഒരു പദ്ധതിയിൽ പോലും അംഗമല്ലാത്ത ഒരു കുടുംബവുമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് 5ാം ഘട്ടത്തിൽ 49ൽ 49 NDAയ്ക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അർത്ഥശങ്കയും ഇല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ജനം BJPക്കൊപ്പമാണ്, BJP ജനങ്ങൾക്കൊപ്പമാണ്, രാജ്യം നരേന്ദ്രമോദിക്കൊപ്പമാണ്.